ഹായ്, എല്ലാവർക്കും ഇഷ്ടമുള്ള ടർട്ടിൽ വൈൻ കൊണ്ടുള്ള കുറച്ച് ഗാർഡനിങ് ടിപ്സാണ്. ഗാർഡനിൽ എന്തെല്ലാം യൂസസ് നമുക്ക് ആ ടർട്ടിൽ വൈൻ കൊണ്ട് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതുപോലുള്ള ഗാർഡനിങ് ഐഡിയാസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് കൂടി എനേബിൾ ചെയ്തിട്ട് ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഐഡിയയിലോട്ട് പോവാം. ഇത് ഒരു ഹിൽ മേക്കിംഗ് ആണ്. ടർട്ടിൽ വൈൻ കൊണ്ട് എങ്ങനെ ഒരു കുന്നുണ്ടാക്കി വെക്കുന്ന ഒരു ഐഡിയ. ഒരു ചെറിയ മല ടർട്ടിൽ വൈൻ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ചെറിയൊരു കുന്നാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതൊരു പോണ്ടിൻ്റെ സൈഡിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഫ്രിഡ്ജായിരുന്നു. ആ ഫ്രിഡ്ജ് പോണ്ട് ഉണ്ടാക്കുന്നൊരു വീഡിയോ ആയിരുന്നു. ഈ ഒരു ചെറിയ കുളത്തിൻ്റെ സൈഡിലായിട്ട് ഒരു കുന്ന് വന്ന് നിൽക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. അത് കാണുമ്പോൾ തന്നെ ഒരു അട്രാക്റ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സ്പോട്ടായിട്ട് അത് മാറിയിട്ടുണ്ട്. ഇത് ആ പോണ്ടിൻ്റെ പിൻഭാഗമാണ്. ആ ഒരു ബാക്ക് സൈഡ് ഏരിയയാണ് ഈ കാണുന്നത്. നന്നായിട്ട് ലഷായിട്ട് തന്നെയാണ് ആ കാണുന്നത്. അപ്പോൾ ഈ ഒരു കുളത്തിൽ ഒരുപാട് സസ്യങ്ങളുള്ള കൂട്ടത്തിൽ തന്നെ ആ ഒരു ഹില്ലും കൂടെ ഉള്ളത് കൊണ്ടാണ് കുറച്ചുകൂടെ ഭംഗി കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇനി രണ്ടാമത്തെ ഐഡിയയിലേക്ക് പോവാം. ഇത് ലാൻഡ്സ്കേപ്പിംഗ് ആണ്. നമ്മൾ ചെടികളൊക്കെ നടുമ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് കാട് പിടിച്ച് കയറിയാൽ അത് പുഴുത് കളയാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനായിട്ടുള്ളൊരു ഐഡിയ ആയിട്ട് വേണമെങ്കിൽ ഇതിനെ കാണാം. അപ്പോൾ ഈ ടർട്ടിൽ വൈൻ നട്ട് പിടിപ്പിക്കുമ്പോൾ വളരെ കുറച്ച് തണ്ടുകൾ മതി. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ടിരുന്നാൽ മതി. 2-3 മാസം എടുക്കും ഇത്രയൊക്കെ ആയി കിട്ടാൻ. പൈസ ചിലവില്ലാതെ ഒരു പുൽത്തകിടിയൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ടർട്ടിൽ വൈൻ എല്ലാവരും ഇപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ഐഡിയ ആണ്. എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ്. ഒരുപാട് പ്ലാന്റ്സ് ഒക്കെ ടർട്ടിൽ വൈൻ ഉള്ളവരാണെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്ത് കട്ട് ചെയ്തൊക്കെ നിർത്തുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു ഐഡിയയിലോട്ട് പോവാം. ഇത് സാധാരണ കണ്ടുവരുന്നൊരു ഐഡിയ ആണ്. ഒരു ഒഴുകുന്ന അല്ലെങ്കിൽ ഒരു വെള്ളച്ചാട്ടം എന്നൊക്കെ പറയുന്ന ടർട്ടിൽ വൈൻ കൊണ്ട് തന്നെ ഒരു കുടം മറിഞ്ഞ് കിടക്കുന്ന ഒരു ഫീല്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കുടം, ഈ കിളിക്കൂട്ടിലൊക്കെ വെക്കുന്ന ചെറിയൊരു കുടമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആ ഒരു കുടത്തിൽ നിന്ന് ടർട്ടിൽ വൈൻ വളരെ കുറച്ചാണ് വെച്ച് കൊടുത്തിരുന്നത്. അപ്പോൾ അതിൽ നിന്നും ഇപ്പോൾ നല്ല ഫ്ലറിഷ് ആകുമ്പോഴേക്കും അതിങ്ങനെ ഒഴുകി ഇങ്ങോട്ട് സ്പ്രെഡായ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ്ട് ഈ ഒരു കുടം തന്നെ അറിയാൻ പറ്റാത്ത രീതിയിൽ ടർട്ടിൽ വൈൻ കയറി പടർന്ന് പന്തലിച്ചാണ് ഇപ്പോൾ കിടക്കുന്നത്. ഈ ഐഡിയാസൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാത്ത എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ ഓൾറെഡി ഓരോരോ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്ത കണ്ടൻസ് തന്നെയായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു പ്ലേലിസ്റ്റായിട്ട് ഞാൻ വീഡിയോയുടെ അവസാനത്തെ സ്ക്രീനിൽ വീഡിയോ തീരുന്ന ഭാഗത്ത് കൊടുത്തേക്കാം. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കണം. ഇനി അടുത്തത് ടയർ ഹാങ്ങിങ് ആണ്. സാധാരണ എല്ലാവരും ചെയ്തു തരുന്ന വലിയ പുതുമയുള്ള കാര്യമൊന്നുമല്ല. ഒരു ടയറിനകത്ത് പെയിൻറ്റ് ചെയ്തെടുത്തിട്ട് കുറച്ച് ടർട്ടിൽ വൈൻ നട്ടിട്ടേക്കുന്ന ഒരു ചെറിയൊരു പ്രോസസ്സ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് സാധാരണ എല്ലായിടത്തും കണ്ടുവരുന്നൊരു കാര്യമാണ്. ഇനി വേറൊരെണ്ണം കാണിച്ചു തരാം. നമ്മളെല്ലാവരും പരിചയമുള്ളൊരു സാധനമായിരിക്കും കൊക്കഡാമാസ്. കൊക്കഡാമാസ് എന്ന് പറയുന്നത് പായൽ പന്തുകളാണ്. ഈ ഒരു പായൽ പന്തുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സ്പൈറൽ ഹാങ്ങിങ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ടർട്ടിൽ വൈൻ്റെ സ്പൈറൽ കൊക്കഡാമ എന്ന് പറയുന്ന, മറ്റാരും പറയുന്നതല്ല, ഞാൻ സ്വയം പറയുന്നതാണ്. സ്പൈറൽ കൊക്കഡാമ എന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു ഇൻവെൻഷൻ എന്നുള്ള രീതിയിൽ ചെയ്തതാണ്. വളരെ ഭംഗിയാണത് കാണാൻ. ഇതിപ്പോൾ ചെയ്തിട്ട് ഒരു വർഷത്തിൽ കൂടുതലായി. ഇപ്പോഴും അതേപോലെ തന്നെ ഉണ്ട്. ഇപ്പോൾ മഴപ്പരുവമൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഭാഗമൊക്കെ മഴവെള്ളം വീണ് ഈ ഒരു ബ്ലാക്കിഷായിട്ട് നിൽക്കുന്നെങ്കിലും ഇപ്പോഴും ഒരു പ്രശ്നവും ഇല്ല. മണ്ണൊന്നും തന്നെ പോയിട്ടില്ല. മണ്ണാണ് കേട്ടോ, ചിരട്ടയല്ല, മണ്ണ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ്. ഇപ്പോൾ ഇതിനെ ഡീറ്റെയിൽ ചെയ്തിട്ട് ഞാൻ ആ പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, കണ്ടു നോക്കുക. അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു ബാംബു ഹാങ്ങിങ് ആണ്. ഒരു ഊഞ്ഞാലുണ്ടാക്കിയിരിക്കുന്നത് 2 കഷ്ണം ബാംബു, ഒരു ബാംബുവിന്, അതായത് ഒരു മുളയെ 2ആയിട്ട് കീറി ഹാങ് ചെയ്തിട്ടേക്കാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് 1 വർഷത്തോളമായി. കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത്, കഴിഞ്ഞ മാർച്ചിലെങ്ങാണ്ട് ചെയ്തതായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. ഇപ്പോൾ ആളിത്തിരി വയസ്സനായി എന്ന് മാത്രമേ ഉള്ളൂ. മാറ്റി നടാനുള്ള സമയമായിട്ടുണ്ട്. അന്ന് ഒരുപാട് പേര് ചോദിച്ചതായിരുന്നു മുള പാഴായി പോകൂലേന്ന്, മുള ഒടിഞ്ഞു പോകൂലേന്ന്. പക്ഷേ ഇതുവരെ ഒരു പ്രശ്നവും വന്നിട്ടില്ല. അപ്പോൾ ഇനി അവസാനമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു തരാം. ഒരു തൊപ്പിക്കാരനാണ്. ഈ ഒരു തൊപ്പിക്കാരൻ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യമല്ല, അത് പുതുതായിട്ട് പറഞ്ഞു തരാം. തൊപ്പിയുമായി വളരെ സാദൃശ്യമുള്ളൊരു പാത്രം എടുക്കുക, അതിനൊന്ന് പെയിൻറ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കുക. പിന്നെ ഒരു ഐസ്ക്രീം ഡപ്പ, ഏതെങ്കിലും ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഹോളിട്ട് ഇതുപോലെ ടർട്ടിൽ വൈനായിട്ട് നട്ടെടുക്കുക. അതിനുശേഷം അതിനെ കൊരുത്ത് ആ ഒരു പാത്രവുമായിട്ട് യോജിപ്പിച്ചിട്ടേക്കാണ് ചെയ്യുന്നത്. വെള്ളം ഒഴിക്കാൻ നല്ല സ്പേസ് ഉണ്ടായിരിക്കണം. നമുക്ക് അതിനകത്തോട്ട് വെള്ളം കയറ്റി ഒഴിക്കാനുള്ളൊരു സ്പേസ് ഉണ്ടായിരിക്കണം. അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ തൊപ്പിയിൽ നിന്നും വളർന്നിറങ്ങിയിരിക്കുന്ന ഒരു ചെറിയൊരു തൊപ്പിക്കാരൻ. അപ്പോൾ ഈ ഒരു 5-6 കണ്ടൻസാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എപ്പോഴും ഇതുപോലുള്ള വ്യത്യസ്തമായ രീതികൾ നമ്മൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഗാർഡൻ മറ്റുള്ളവരിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിട്ടിരിക്കും. അപ്പോൾ കാണാനും പ്രത്യേക ഭംഗിയായിരിക്കും ഇതുപോലെ ഓരോന്ന് ചെയ്തിടുമ്പോഴേക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ.
നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ അറിയാനോ ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിലേക്ക് വരിക. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തതരമായിട്ടുള്ള ഗാർഡനിങ് ഐഡിയാസും ടിപ്സും ഒക്കെ ആയിട്ട് വീണ്ടും കാണും വരെയും ബൈ ബൈ.